Hello guys, welcome back to our channel Beauty Vibes. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പെഡിക്യൂർ വീഡിയോ ആണ്. അതായത് നമ്മുടെ കാലുകളൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാം. അപ്പോൾ 3 സ്റ്റെപ്പുള്ള പെഡിക്യൂർ ആണ്. അപ്പോൾ നല്ല റിസൾട്ട് ഉള്ള പെഡിക്യൂർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ കാലൊക്കെ നമ്മൾ ക്ലീൻ ആയിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല ഭംഗിക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പെഡിക്യൂർ മെത്തേഡാണിത്. 3 സ്റ്റെപ്പാണുള്ളത് മെയിനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു പെഡിക്യൂറിന്റെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ഒരു 2-3 തവണ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അത്രയ്ക്ക് കാലൊന്നും അത്രയ്ക്ക് സംരക്ഷിക്കുന്ന ഒരാളല്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ കാലൊക്കെ നമ്മുടെ ഫേസ് നമ്മൾ സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാലുകളും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കൊണ്ട് നടക്കണം. അപ്പം അതാണ് ഒരു വ്യക്തിയുടെ കാല് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അങ്ങനെയാണ് പറയാറ്. അപ്പം നമ്മൾ ഫേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കാലും നമ്മൾ ക്ലീനായിട്ടും വൃത്തിയായിട്ടും കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കുക. അപ്പം ഞാനത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ ബോറായിട്ടുള്ള കാലമൊന്നുമല്ല, വൃത്തിയുള്ള കാലം തന്നെയാണ് ഞാൻ. പക്ഷെ കൂടുതലായിട്ട് അതായത് ഇങ്ങനെ പെഡിക്യൂർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നോർമലായിട്ട് ഞാൻ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പെഡിക്യൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2 കാലും മുങ്ങിയിരിക്കാൻ വിധത്തിൽ നമുക്കൊരു നേരിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് എടുത്തതിന് ശേഷം ഒരു പകുതി നാരങ്ങയാണ് ഞാൻ അതിലേക്ക് പിഴിഞ്ഞു വെച്ചത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഇല്ലാത്തൊരു ഉപ്പായിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ബേക്കിംഗ് സോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഞാൻ എടുത്തത് മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഈ ഷാമ്പു നമുക്ക് കുറച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് പതപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം നമ്മുടെ 2 കാലും അതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ വെള്ളം എടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉപ്പൂറ്റിക്ക് മുകളിലായിട്ട് നിൽക്കുന്ന പോലെയാണ് വെള്ളം വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ പെഡിക്യൂർ ചെയ്യുമ്പോൾ നമ്മുടെ കാലൊക്കെ ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അത്രയും ഭാഗത്താണല്ലോ പെഡിക്യൂർ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മുങ്ങി നിൽക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ വിരലിൻ്റെ ഇടയിലും ഉപ്പൂറ്റിയിലും എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ കാലിൽ എന്തെങ്കിലും അഴുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ പെഡിക്യൂർ എന്ന് പറഞ്ഞത് നമ്മൾ പാർലറിലൊന്നും ചെയ്യുന്ന പെഡിക്യൂറല്ല. ഇത് നമുക്ക് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പെഡിക്യൂറാണ്. അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാർലറിലുള്ള പോലെയല്ല നമ്മൾ ഈ പെഡിക്യൂർ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും വലിയ റിസൾട്ടൊന്നും പ്രതീക്ഷിക്കരുത്. എന്നാലും നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് തോന്നുമ്പോൾ നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ നാരങ്ങ പിഴിഞ്ഞ് വെച്ചതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ കാലിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ഉപ്പൂറ്റിയിലും കാലിൻ്റെ സൈഡിലും വിരലിൻ്റെ ഇടയിലും നഖത്തിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളൊരു പഴയ ബ്രഷ് വെച്ചിട്ട് വേണമെങ്കിൽ അതിലൊരു വൈറ്റ് കളറിലുള്ള എന്ത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിനും കൂടി നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും. നഖത്തിനൊക്കെ ഒന്ന് പെട്ടെന്ന് നഖമൊക്കെ കളർ വെക്കും. അപ്പോൾ ഞാനത് ചെയ്തില്ല. ഞാനിപ്പോൾ നമ്മുടെ നാരങ്ങത്തൊലി വെച്ച് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കാം. വൈറ്റ് കളർ പേസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പല്ലൊക്കെ തേക്കുന്ന പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ സമയത്താണ് നമ്മുടെ പ്യൂമിക് സ്റ്റോൺ ഉണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ ഉരച്ച് വൃത്തിയാക്കുന്നതാണ്. അത് ഈ പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാം. ആ സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവും.
അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടായാലും നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ ഒന്ന് ഉരയ്ക്കാം. അതൊരിക്കലും നമ്മുടെ കാലിൻ്റെ മുകൾ ഭാഗത്ത് ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ കാലിൻ്റെ അടിയിൽ, അതായത് അതുണ്ടല്ലോ താഴെ, അവിടെയും ഉപ്പൂറ്റിയിലുമാണ് ആ പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും മുകളിൽ യൂസ് ചെയ്യരുത്. അത് കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ. അപ്പോൾ അത് നമ്മൾ കാലിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തൊലിയൊക്കെ പൊട്ടി പെട്ടെന്ന് അവിടേക്കൊന്ന് ഡാർക്ക്നെസ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് സ്ക്രബാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മൈദപ്പൊടിയാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദ ഇടുക. അതിനുശേഷം വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്. നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തപ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ മറ്റേ ക്യൂട്ടിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ടിക്കിൾ റിമൂവർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കളയുക. അതുപോലെ തന്നെ ഒരു നെയിൽ കട്ടറോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പെഡിക്യൂർ കിറ്റിലുണ്ടാവും നമ്മുടെ നെയിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നത്. അതൊക്കെ വെച്ചിട്ടൊന്ന് നെയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെയ്യേണ്ടത് ആ ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. അപ്പോൾ അത് ആരും ചെയ്യാതിരിക്കരുത്, അത് എന്തായാലും ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഞാനിവിടെ ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് മുക്കിയിട്ട് നമ്മുടെ 2 കാലിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാ ഭാഗത്തും ഉപ്പൂറ്റിയിലും വിരലിൻ്റെ ഇടയിലും നഖത്തിലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാല് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കണ കാരണം കൊണ്ട് നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ അത് എന്തെങ്കിലും അഴുക്കോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ പോയിട്ട് നല്ല വൃത്തിയുള്ള കാലായിട്ട് മാറും. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഉപ്പൂറ്റിയുടെ സൈഡിലും കാലിനടിയിലും അതുപോലെ തന്നെ നഖത്തിൻ്റെ ഇടയിലും വിരലിൻ്റെ ഇടയിലും അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 2 കാലിലും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന്, ഞാനിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ആ വെള്ളത്തിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുന്നതും ആ വെള്ളത്തിൽ തന്നെയാണ്. എന്നിട്ട് ഫൈനൽ സ്റ്റെപ്പ് കഴിയുമ്പോൾ മാത്രം നമുക്കൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഒരു കോഫി ഫേസ് മാസ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അമേസിങ് റിസൾട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് കാർട്ടിൽ കൊടുക്കുക. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫീറ്റ് വൈറ്റനിങ് പാക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഈ പാക്ക് നമ്മുടെ കാലിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രമേ ഈ പാക്ക് വെച്ചാൽ മതി. കൂടുതൽ നേരം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ പാക്ക് ഇടാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. പക്ഷേ അധികം നേരം കാലിലൊക്കെ ഇട്ടിരിക്കാനായിട്ട് സമയമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കാലിലൊക്കെ ഇട്ടിട്ടിരിക്കാം. അല്ലാത്ത ധൃതി പിടിച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചെയ്താൽ മതി. എന്നാലും കൂടുതൽ നമ്മൾ സമയമുള്ളപ്പോൾ, അതായത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വെക്കുമ്പോൾ അതൊരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഒരു 10-15 മിനിറ്റ്, ഞാൻ ഈ ഒരു 15 മിനിറ്റ് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ കൂടുതൽ നേരം ഞാൻ വെച്ചില്ല. എന്നിട്ട് നമ്മളിത് 15 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ കാലിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടൊക്കെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം.
അപ്പോൾ ഞാനിത് 2 കാലിലും ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാനത് ജസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിലൊക്കെ രക്തോട്ടം വർദ്ധിപ്പിക്കും. കാലിൽ മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ദേഹം മുഴുവനും മസാജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന് ബെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വിരലൊക്കെ വെച്ചിട്ട് തലയിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ 2 കൈയിലും എടുത്തിട്ട് വിരൽ വെച്ചിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫേസിനും ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി എന്താണെന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാലൊക്കെ വൃത്തിയായി എല്ലാം ക്ലിയറായി അഴുക്കൊക്കെ പോയി ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ കളറിലുള്ള നെയിൽ പോളിഷാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇടയ്ക്ക് ഡിം ആവുന്നുണ്ട്, ഇടയ്ക്ക് ബ്രൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് 2 കളറായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡൗട്ട് മിക്കവർക്കും തോന്നുമായിരിക്കും വീഡിയോ കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഇപ്പോഴതൊരു വേറെ കളറായി മാറി. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും ഇത് ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്.